നമുക്ക് വേറൊരാളെ കിട്ടിയിട്ടുണ്ട് ഇവിടെ സംസാരിക്കാൻ. അത് നമ്മുടെ ഒരു പ്രായമുള്ള ഒരു അമ്മായിയാണ്. ഈ നാട്ടിലെ ശിവചേട്ടന്റെ വീടിനടുത്ത് ഒരു ചായക്കട നടത്തുന്ന ഒരു അമ്മായിയുണ്ട്. ശിവചേട്ടനെ ചെറുപ്പം മുതലേ അറിയുന്ന അമ്മായിയാണ്. ആ അമ്മായിയെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. അമ്മായി എവിടെയാണ്? അമ്മായി കടന്നു വരൂ. ഓക്കെ അമ്മായി, അമ്മായി എന്ത് ചെയ്യുന്നു? ചെറിയ ചായക്കട കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ശിവചേട്ടനെ അറിയുമോ? ചെറുപ്പം മുതൽ അറിയുമോ ശിവചേട്ടനെ? അപ്പൊ ഞങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ട് എന്തായിരുന്നു ശിവചേട്ടന്റെ ചെറുപ്പകാലം? ശിവചേട്ടനെ ഒന്ന് ഓർക്കാം. എങ്ങനെ പെൺപിള്ളേർ, 3 പെൺപിള്ളേർ. എന്നിട്ട് അവർക്കൊക്കെ എന്ത് സംഭവിച്ചു? നല്ല നിലയിലെത്തിയോ? നടത്തി. നല്ല ഫാമിലിയാണ്. അങ്ങനെ കഴിഞ്ഞു പോകുന്നു. അതൊരു പുതിയതായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ ശിവചേട്ടനെ പറ്റി ഞാൻ ഇങ്ങനെ കേട്ടു. ഈ 3ാമത്തെ ആളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ അമ്മായിക്ക് ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ശരിയാണോ? അത് ശിവമോന്റെ ഭാഗ്യമായിരിക്കാനേ ഞാൻ ചൊല്ലുവത്. ഓക്കെ, നടന്നില്ല. ഓക്കെ, വേറെ ഈ ശിവചേട്ടന് പഴംപൊരി ഒരു വീക്ക്നെസ് ആണ്. അമ്മായിയുടെ കടയിൽ വരുമായിരുന്നു. എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ? ശിവചേട്ടാ, ലോകത്തിന്റെ ഏത് ഭാഗത്തിൽ നിന്ന് കേട്ടാലും ഈ അമ്മായിക്ക് കൊടുക്കാനുള്ള 36 രൂപ 50 പൈസ ഗൂഗിൾ പേ ചെയ്തെങ്കിലും കൊടുക്കണം. അമ്മായി വളരെ വിഷമത്തിലാണ്. ഓക്കെ അമ്മായി, ഞങ്ങളുടെ ശിവചേട്ടന് വേണ്ടിയുള്ള ഒരു ആശംസ എന്തെങ്കിലും പറയാമോ? എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എന്റെ ഇളയ ശിവചേട്ടന് വീണ്ടും ഒരു പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. ഒരാളോട് കാത്തിരിക്കുന്നു. ശിവചേട്ടൻ ഇത്രമാത്രം ഡിമാൻഡുള്ള ആളാണെന്ന് നമ്മുടെ ചാനലുകാർ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പൊ അതിനു വേണ്ടി കാത്തിരിക്കുന്നു. പിന്നെ 36 രൂപ 50 പൈസ. നമ്മുടെ ചാനൽ വേണ്ടത് ചെയ്യും. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. ഓക്കെ, അപ്പോൾ